ജില്ലാ സമ്മേളനം നാളെ ഒറ്റപ്പാലത്ത് നടക്കും. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ ഒറ്റപ്പാലത്ത് MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിക്കും. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് MK രാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി രാമൻകുട്ടി സ്വാഗതം പറയും. ജില്ലാ സെക്രട്ടറി KM ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ലൈസൻസും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അനുഭാവപൂർണമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പത്രസമ്മേളനത്തിൽ MK രാജൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി KM ഗോപാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ MA ഗംഗാധരൻ, P. രാകേഷ്, TK പ്രകാശൻ എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ഏതാണ്ട് 14 വർഷത്തോളമായി സംഘടന രൂപീകരിച്ചിട്ട് അതിലൂടെ ഞങ്ങൾ സംഘടന രൂപീകരിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംഘടന രൂപീകരിച്ചത്. അതിൻ്റെതായ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ സമരപരിപാടികളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫലമായി സംഘടനയ്ക്ക് ആവശ്യമായ ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നാളിതുവരെയായിട്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് തലത്തിൽ ഒട്ടേറെ നിവേദനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ടായി. അതിനൊന്നും തന്നെ ശാശ്വതമായ പരിഹാരം കാണാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ആകാശത്തും ഭൂമിയിലെല്ലാം രീതിയിലാണ് ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്നത്. ആ പണിയെടുക്കുന്ന ആളുകൾക്കൊരു ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഒരു സേഫ്റ്റി ഇൻഷുറൻസ്. നാളിതുവരെയായിട്ട് ഗവൺമെൻറ് അതിൻ്റെ ഭാഗത്തേക്ക് തന്നെ അതിനെക്കുറിച്ച് കൂടിയാലോചന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് ഗവൺമെൻറ് നിർമ്മാണ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. വളരെ ഉയരങ്ങളിലേക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിയെടുക്കുന്നു. താഴത്ത് നിന്നും മേലോട്ട് നോക്കിയ ആളെ പോലും കാണാത്ത ഒരു തരത്തിലുള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് പോകുന്നത്. അതിനകത്ത് ഒരുക്കുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സൈറ്റിൽ നിന്നും സേഫ്റ്റി ഇൻഷുറൻസ് ചെയ്താൽ ആ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ ഒരു സഹായം എന്നുള്ള തലത്തിലേക്കാണ് ഞങ്ങൾ ആ ഒരു സേഫ്റ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. തനതായ രീതിയിൽ ഞങ്ങൾ ഇൻഷുറൻസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് തലത്തിൽ ഒരു ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. നാളിതുവരെയായിട്ടും ഗവൺമെൻറ് അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുകയോ അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനോ ഒന്നും നടത്തിയിട്ടില്ല എന്നതാണ്. രണ്ടാമത് ഞങ്ങൾ ഈ പറയുന്നത് നിർമ്മാണ മേഖലയെ ഒരു വ്യവസായ മേഖലയായിട്ട് കാണണം എന്നുള്ളതാണ്. അത് പല സംഘടനകളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തന്നെ ഗവൺമെൻറ് നാളിതുവരെയായിട്ട് ചെയ്തുകൊള്ളാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ നിലനിൽക്കെ അതുപോലെ തന്നെ ഞങ്ങളൊരു ഈ സ്വകാര്യ കരാറുകാർക്ക് ഒരു അംഗീകാരം ഗവൺമെൻറ് തലത്തിലേക്ക് ഒരു അംഗീകാരം വേണമെന്ന് പലതവണ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ നിവേദനങ്ങൾ നൽകുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സമരങ്ങൾ ഞങ്ങൾ നടത്തുകയും സത്യാഗ്രഹങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അതിനൊന്നും തന്നെ ശാശ്വതമായ ഒരു പരിഹാരം ഗവൺമെൻറ് ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തൊഴിൽ കൊടുക്കുന്ന ദാതാക്കളാണ് നിങ്ങൾ. 10,000-കണക്കിന് സ്വകാര്യ കരാറുകൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു. അവരോടൊപ്പം തന്നെ എടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരു പരിഹാരം അതുപോലെ തന്നെ ഈ നമ്മുടെ കരാറുകാർക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിലൂടെ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിലേക്കും ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്കൊരു അംഗീകാരം ലൈസൻസ് എന്ന് നമുക്കൊരു കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ബോധിപ്പിച്ചത്. അതാണ് ഇതിനെക്കുറിച്ച് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ നാളിതുവരെയായിട്ടൊരു അന്തിമ തീരുമാനം ഗവൺമെൻറ്റിലേക്ക് കൈകൊള്ളുവാൻ സാധിച്ചിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇപ്പോൾ 13 വർഷങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കി 14ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ 5ാമത് ജില്ലാ സമ്മേളനമാണ്. 5ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമാണ് പാലക്കാട് ജില്ലയിലും 5ാമത്തെ സമ്മേളനം നാം നടക്കുന്നത്. ഇനി നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മുടെ മേഖലയാകെ തളർന്ന മട്ടില്ല. അതിനോടൊപ്പം ഈ GST നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ വിലക്കയറ്റം ഈ GST കൂടിയായ നമ്മുടെ ഈ ഫീൽഡ് പകുതിയിലേറെ ആൾക്കാർ പണിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. നമ്മളൊരു ലൈഫ് വീട് പോലും പൂർത്തീകരിക്കണമെങ്കിൽ ഈ കരാറുകാരൻ എടുത്തിട്ടുള്ള പൈസ
ഇപ്പോൾ കരാറ് പറഞ്ഞിട്ടുള്ള പൈസയിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടത്തിലാണ് ചെയ്തു തീർക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വിലക്കയറ്റവും ഈ സിമൻറ്റ്, കമ്പി, മണൽ പറഞ്ഞ പോലെ കിട്ടാൻ. അതേപോലെ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഓരോ ഡാമുകളിൽ മണൽ സ്വരൂപിച്ചിട്ട് സഹകരണ സംഘങ്ങളിലൂടെ വിതരണം ചെയ്യാമെന്ന് പറയാമെന്നല്ലാതെ അത് നടപ്പിലാക്കാൻ ഇതേവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. നേരത്തെ നമ്മുടെ അച്യുതാനന്ദൻ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ മണലോ വാരിക്കൂട്ടിയതടക്കം പ്രൈവറ്റ് ഈ ട്രാക്ടറും ടിപ്പറും ഉള്ളത് വാരിക്കൊണ്ടുപോയതല്ലാതെ അതിനത് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ നിർമ്മാണ മേഖലയിലുള്ള അസംസ്കൃത സാധനങ്ങൾ ഒരു നിശ്ചിത വിലയ്ക്ക് കിട്ടുന്ന വിധത്തിലൊരു സംവിധാനം നമ്മുടെ ഓരോ ജില്ലയിലും കളക്ടറിൻ്റെ നേതൃത്വത്തിൽ കളക്ടർ ചെയർമാനായിട്ട് വിലക്കയറ്റം തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ ഈ കരാറുകാരനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കണം പറഞ്ഞിട്ട് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിനും